ഞാൻ 3 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ആവണി തെന്നലിൽ ആടുമൂഞ്ഞാലിൽ അക്കരെ ഇക്കരെ എത്ര മോഹങ്ങൾ. ജീവിതമാർഗം നമുക്ക് നോക്കണമല്ലോ. അങ്ങനെയാണ് ബസ് ലൈസൻസ് എടുത്ത് പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് കയറിയത്. അത്ഭുതത്തോടെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. ഭയങ്കര ആ ഒരു ലേഡിയാ ഓടിക്കുന്ന, അങ്ങനെ ആ ഒരു ലാഘവത്തോടെ നോക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ശ്യാമ മുരാരേ ബനവാരേ ഗിരിധാരേ ശ്യാമ മുരാരേ ബനവാരേ ഗിരിധാരേ. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. ആളൊരു ഗായികയാണ്, സംഗീത അധ്യാപികയാണ്, അതിനൊപ്പം തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവറുമാണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിരത്തുകളിൽ മാത്രമല്ല ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാൾട്ട എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തുണ്ട്. ഇപ്പോൾ നിലവിൽ ജർമ്മനിയിൽ വനിതാ ഡ്രൈവറായിട്ട് ജോലി ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ പേര് മീനാക്ഷി. ആറ്റിങ്ങൽ അവനവൻചേരി സ്വദേശിയാണ്. മറുനാടനുമായി തൻ്റെ ഡ്രൈവിംഗ് അനുഭവങ്ങളും പാട്ടും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്വാഗതം മീനാക്ഷി. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നോടിയായി കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞു. അപ്പോൾ ബേസിക്കലി മീനാക്ഷി അധ്യാപികയായിരുന്നു, സംഗീത അധ്യാപിക അല്ലേ? അതിപ്പം പഠിച്ചതും സംഗീതമാണ്, അതെ അല്ലേ? അപ്പോൾ ഈ സംഗീത ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ 3 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഫുള്ള് പാട്ടുകാരായിരുന്നു. അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ അവരൊക്കെ സംഗീതജ്ഞരായിരുന്നു. പിന്നെ അച്ഛനും അവർ കൂടുതലും കച്ചേരി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പാട്ട് പാടിയിരുന്നത്. അങ്ങനെ പാട്ട് കേട്ട് വളർന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിലേക്ക് തന്നെയാണ് കൂടുതലും പോയത്. അതെ. +2 കഴിഞ്ഞ് നേരെ സംഗീത കോഴ്സിന് ചെയ്യുകയായിരുന്നു അല്ലേ? അതെ, +2 കഴിഞ്ഞ് BA-ക്കും പോയി. MA-ക്ക് BA സ്വാതിരുന്നാൾ കോളേജിലും MA വിമൻസ് കോളേജിലുമാണ് പഠിച്ചത്. BA-ക്ക് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സംഗീതം ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചു? അതെ, സംഗീതം ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചു. സ്കൂളുകളിൽ 2-3 സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു. ഓ ശരി. ഈ വാമനപുരം സിസ്റ്റേഴ്സ് എന്ന ഒരു പ്രശസ്ത, അവര് ബന്ധുവാണോ? എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിയുമായിരുന്നു വാമനപുരം സിസ്റ്റേഴ്സ്. അപ്പൊ അവര് കേരളം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റുകളല്ലേ അല്ലേ? അപ്പം ഈ PG ഒക്കെ കഴിഞ്ഞ് അധ്യാപികയായിട്ട് ജോലി ചെയ്തു. ഗാനമേളയോ അങ്ങനെ ആൽബങ്ങളോ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. എത്ര ഗാന ആൽബങ്ങൾ പാടിയിട്ടുണ്ട്, ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്, അല്ലാതെ ഉള്ള കച്ചേരിക്ക് പോകുമായിരുന്നു. അതെ. പിന്നെ ആ പ്രൊഫഷനിൽ നിന്ന് പെട്ടെന്ന് എന്താണ് ഈ ഡ്രൈവിംഗിലേക്ക് വന്നത്? കോവിഡ് ടൈം ആയപ്പോൾ സ്കൂളുകളിലൊക്കെ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ ജീവിതമാർഗം നമുക്ക് നോക്കണമല്ലോ. അങ്ങനെയാണ് ബസ് ലൈസൻസ് എടുത്ത് ഒരു ബസ്സില് പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് കയറിയത്. അച്ഛനും ഡ്രൈവറായിരുന്നു അല്ലേ? അച്ഛൻ ഡ്രൈവറല്ല, അച്ഛൻ KSRTC ബസ്സിൽ കണ്ടക്ടറായിരുന്നു. അച്ഛൻ ഒരു ബാലെ ആർട്ടിസ്റ്റ് ആയിരുന്നു. കൊല്ലം ജ്യോതി തിയേറ്റേഴ്സിലെ മെയിൻ. അച്ഛൻ പേര് മനോഹരൻ നായർ എന്നാണ്, പക്ഷെ അറിയപ്പെടുന്ന കല്ലറ ബാബു എന്നായിരുന്നു. കല്ലറ ബാബു എന്നുള്ള പേര്. അപ്പൊ അദ്ദേഹം കലാകാരനായിരുന്നു, പാട്ടുകാരനുമായിരുന്നു. അതെ. അപ്പം അച്ഛൻ കണ്ടക്ടർ ആയപ്പോ മകള് ഡ്രൈവറായിട്ട്. ഞാൻ കണ്ടക്ടറായും വർക്ക് ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ KSRTC-യിൽ എംപ്ലോയ്മെന്റ് കണ്ടക്ടറായിരുന്നു. അപ്പൊ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ശരിക്കും എന്നാ എടുക്കുന്നത് ആദ്യമായിട്ട്? കാറിന്റെ ലൈസൻസ് മുന്നേ ഉണ്ടായിരുന്നു, ബസ് ലൈസൻസ് ഉണ്ടായിരുന്നു. അതെ, ബസിന്റെ ലൈസൻസ് എടുക്കുന്നത് കോവിഡ് കാലത്താണ്. ഈ ബസ് എന്ന് പറഞ്ഞ വലിയ വാഹനമാണ്. അതെ. അതായത് സാധാരണ പൊതുവെ സ്ത്രീകൾ കൈവയ്ക്കാത്ത ഒരു മേഖലയാണ് ഈ ഹെവി വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്കറിയാം, പുത്തേട്ട് ട്രാവൽസ് പോലുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മീനാക്ഷി ഡ്രൈവിംഗ് പഠിക്കുന്നത് ഏത് കാലഘട്ടത്തിൽ, ഹെവി പഠിക്കുന്ന ഏത് കാലഘട്ടത്തിൽ? ഹെവി പഠിക്കുന്ന കാലഘട്ടം കോവിഡിന്റെ ആ ഒരു ടൈമിലാണ്. അപ്പം ഈ ചെറിയ വാഹനത്തിൽ നിന്ന് ഈ വലിയ വാഹനത്തിലേക്ക് മാറുമ്പോൾ ഒരു പേടിയുണ്ട്, തോന്നിയിട്ടില്ലേ? കുട്ടിക്കാലത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആഗ്രഹം ഒരു ആംബുലൻസ് ഡ്രൈവർ ആവണം എന്നായിരുന്നു.
അപ്പോൾ ആ ഒരു എന്താ ഈ ആംബുലൻസ് സൈറണൊക്കെ പാഷനായിട്ട് ചീറിപ്പായുന്നതുകൊണ്ടാണോ? ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു പാഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് മാത്രമേ ഞാൻ ഡ്രൈവിംഗിൽ അന്ന് അത് കൊടുത്തിട്ടുള്ളൂ. കൊടുത്തിട്ടുള്ളൂ. കൂടുതലും ആ ഒരു ഫാമിലി മ്യൂസിക് ആയതുകൊണ്ട് എല്ലാവരും കൂടുതലും പ്രസ് ചെയ്തത് മ്യൂസിക്. അതെ അപ്പൊ ഈ നമ്മുടെ ഇവിടെ ഏത് റൂട്ടിലാണ് വണ്ടി ഓടിച്ചിട്ടുണ്ട്? പ്രൈവറ്റ് ബസ് അല്ലേ ഓടിച്ചത്? അതെ അതെ അതെ. അതെവിടെയായിരുന്നു? അത് ആറ്റിങ്ങൽ കല്ലമ്പലം വർക്കല വർക്കല റൂട്ടായിരുന്നു. റൂട്ട്. അതെ. അപ്പൊ ഞാൻ എവിടെയോ കാണുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തു, മീനാക്ഷിക്ക് ആ സമയത്ത് വെഹിക്കിള് അവാർഡ് തരുന്നു. അതെന്തുവായിരുന്നു സംഭവം? അത് 4 വർഷങ്ങൾക്ക് മുന്നെയാണ് വനിതാ ദിനത്തിന്റെ അന്ന് ഒരു കോൺഫിഡന്റോട് കൂടി ആറ്റിങ്ങൽ കല്ലമ്പലം ആ ഒരു റൂട്ടില് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വനിത എന്നുള്ള അതും ഹെവി വണ്ടി ആയതുകൊണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ പാട്ട് പാടാൻ പോകുന്നത് ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ഡ്രൈവർ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു അഭിമാനം തോന്നിയിട്ടില്ലേ? ഡ്രൈവർ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഇത് പിന്നെ എന്താ ഈ ഹെവി വെഹിക്കിൾ ഓടിക്കുമ്പോൾ ഇത്രയും ജനങ്ങളെയൊക്കെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. നമ്മൾ ഒരേ സമയം ഓടി എത്തുകയും വേണം, അതേസമയം ഇവരെ സുരക്ഷിതത്വം നോക്കുക കൂടെ വേണം. ഈ മറ്റു ഡ്രൈവർമാരെ പോലെ പറപ്പിച്ചായിരുന്നോ വണ്ടി വിടുന്നത്? ഒരിക്കലും അല്ല. അല്ല, നമ്മളെ സമയക്ലപ്തതയൊക്കെ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓടിക്കുന്ന സാധാരണ സ്ത്രീകൾ പൊതുവെ പറയുന്നൊരു കാര്യം, ഡ്രൈവിംഗ് സീറ്റിൽ ഒരു വനിതയാണെന്ന് കണ്ട പുരുഷന്മാർക്ക് പെട്ടെന്ന് ഹാലളകും, ഇവരൊരു വല്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പലതരത്തിലുള്ള ആൾക്കാരല്ലേ, കുറച്ച് ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു വെറുപ്പ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേഡീസ് ഒക്കെ കയറി കഴിഞ്ഞാൽ ഫ്രണ്ട് വന്ന് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ അത്ഭുതത്തോടെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. ഭയങ്കര ആ ഒരു ലേഡിയാ ഓടിക്കുന്ന, അങ്ങനെ ആ ഒരു ലാഘവത്തോടെ നോക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. സപ്പോർട്ടുള്ള ആൾക്കാർ കൂടുതലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടുന്ന് വിട്ട വണ്ടി മാൾട്ടയിൽ എങ്ങനെയാ ചെന്ന് നിൽക്കുന്നത്? ഇവിടുന്ന് ഈ വണ്ടി എങ്ങനെയാ മാൾട്ടയിലോട്ട് പോകുന്നത്? മാൾട്ടയിൽ പോകുന്നത് ഹസ്ബൻഡിന്റെ കുറച്ച് ഫ്രണ്ട്സ് മാൾട്ടയിൽ ജോലി ഉണ്ടായിരുന്നു. അത് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ ടൈമിൽ അവിടെ വേക്കൻസി വന്നു. കോവിഡ് ആയപ്പോൾ ഒത്തിരി വേക്കൻസി വന്നപ്പോൾ അപ്ലൈ ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ഡ്രൈവർ ആയിരുന്നു അവിടുത്തെ, അതോ ഇന്ത്യയിൽ നിന്ന്? മാൾട്ടയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ വനിതാ ഡ്രൈവർ ആയിട്ടാണ് മീനാക്ഷിയുടെ ജോലി ചെയ്യുന്നത്. എത്ര വർഷം ജോലി ചെയ്തത്? അവിടെ 1.5 വർഷം ജോലി. 1.5 വർഷം. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഈ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ? അവിടെ നാട്ടിലെ പോലെ തന്നെയാണ്, റൈറ്റ് ഹാൻഡ് ആണ്. ഈ ട്രാഫിക് നിയമങ്ങൾ എങ്ങനെയാണ്? നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണ്. നമ്മുടെ ഇതുപോലത്തെ ആണോ? നമ്മളിപ്പം റോഡ് ക്രോസ് ചെയ്യുന്ന നമ്മൾ സൂക്ഷിക്കുക, ഇടതുവശം ചേർന്ന് നടക്കുക എന്നൊക്കെ ഇവിടെ പറയുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ്? പെഡസ്ട്രിയൻ ആണ് കൂടുതലും ഇമ്പോർട്ടൻസ് ഉള്ളത്, പെഡസ്ട്രിയൻ. പിന്നെ അവിടെ മാൾട്ടയിൽ കൂടുതലും കുതിര സവാരി ചെയ്യുന്ന ആൾക്കാർക്കാണ് രണ്ടാമത് പ്രിഫറൻസ്. ഭയങ്കര നിയമമാണ് നാട്ടിലെ. സത്യം പറഞ്ഞാൽ നാട്ടിലെക്കാളും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നത് യൂറോപ്യൻ കൺട്രികളിലാണ്. ഈ കുതിരക്കായിട്ട് ഇവിടെ പ്രത്യേക ലൈൻസ് ഉണ്ടല്ലേ? ഉണ്ട്. അതുപോലെ സൈക്കിൾ യാത്രക്കാർക്ക് പ്രത്യേക ലൈൻസ് ഉണ്ട്. പെഡസ്ട്രിയൻസിന് ഒരു ലൈൻസ്, ഇവർക്കൊരു ലൈൻ ഉണ്ട്. നമുക്ക് ഈ വണ്ടി പോകാൻ വളരെ ചെറിയ സ്പേസ് ഉള്ളൂ. സിംഗിൾ ലൈൻ ട്രാഫിക് ആണോ? മാൾട്ട ഒരു കുഞ്ഞ് യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ അത്രയും ഇടുങ്ങിയ റോഡുകളാണ് കൂടുതലുള്ളത്. അതപ്പോ ഈ ഓട്ടോമാറ്റിക് വണ്ടിയാണോ അത്? ഓട്ടോമാറ്റിക്. നമുക്ക് ഈ മാനുവൽ ഗിയർ വിദേശ രാജ്യങ്ങളിൽ ഇല്ല. അപ്പൊ ഈ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ഈ വണ്ടി നിരപ്പായ പ്രതലം ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. അവിടുത്തെ ഭൂപ്രകൃതി വലിയ കുന്നും മലകളും ഉണ്ടോ ഈ മാൾട്ടയിൽ? മാൾട്ടയില് ഒരുപാട് ഇല്ല, എന്നാലും അത്യാവശ്യം നല്ല ഇതാണ്. മീനാക്ഷി സിറ്റി ബസ് ആണോ ഓടിച്ചിട്ടിരുന്നത്, അതോ ഒരുപാട് ദൂരം? എത്ര ദൂരം ഓടുമായിരുന്നു അവിടുത്തെ വണ്ടി പബ്ലിക് ട്രാൻസ്പോർട്ട്? സിറ്റി ബസ് തന്നെയാണ് ഓടിച്ചത്. അവിടുത്തെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഇവിടുന്ന് വിട്ടിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിന് പോകുന്ന പോലെ അത്ര ദീർഘദൂരം ഒന്നും അല്ലല്ലോ, കുറഞ്ഞ ദൂരമല്ലേ? എത്ര മണിക്കൂർ ഡ്യൂട്ടി ആയിരുന്നു? 8 മണിക്കൂർ മിനിമം വരും. മിനിമം ഡ്യൂട്ടി 8 മണിക്കൂർ. ഭാഷ മാൾട്ടയിൽ മാൾട്ടീസ് ആണ് അവിടുത്തെ ലോക്കൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷാണ്. അപ്പൊ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ വാഹനം കൊണ്ടുപോകുമ്പോ? ശരിക്കും അവിടെ ബസ്സുകൾക്കൊക്കെ നമ്പരാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? റൂട്ടുകൾ നമ്മൾ ഇതുപോലെ എഴുതി വെക്കുകയല്ല, ഒരു ഇന്ന ബസ് സ്റ്റോപ്പിൽ ഇന്ന ബസ് നിർത്തും, അങ്ങനെയല്ലേ അത്? അല്ലെ? അപ്പൊ നമുക്ക് ഈ ആദ്യമൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് കണ്ടക്ടർ ഉണ്ടോ? അതോ ഡ്രൈവർ തന്നെയാണ്? ഇത് ശരിക്കും പഞ്ച് ചെയ്ത് കയറുക അല്ലെ? കാർഡ് പഞ്ച് ചെയ്ത്, അല്ല ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റ് മെഷീൻ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ടിക്കറ്റ് മെഷീൻ, അത് സ്കാൻ ചെയ്ത് ടിക്കറ്റ് നമ്മൾ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഈ ആൾക്കാർ ഇറങ്ങേണ്ട നമുക്ക് ഈ വണ്ടിക്ക് നിശ്ചിത സ്റ്റോപ്പുകളാണ്? അതെ. ഈ ഒരിടത്തുനിന്ന് വിട്ടാൽ അടുത്ത ഇന്ന സ്റ്റോപ്പ് ഇതേ തന്നെ കാണിക്കുമായിരിക്കും. അത് നമുക്കൊരു സൗകര്യമാണ്. അപ്പൊ മാൾട്ട 1.5 വർഷം ജോലി ചെയ്തു. തിരിച്ചു വീണ്ടും നാട്ടിൽ വന്നോ? ഇല്ല, അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്തു. ജർമ്മനിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ജർമ്മനിയില് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ? അതെ.
അത് എങ്ങനെയുണ്ട് ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയിലെ ജീവിതമാണോ നല്ലത് മാൾട്ടയിലെ ആണോ? ലൈഫ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് മാൾട്ടയാണ്. മാൾട്ടയാണ്. പക്ഷെ നമുക്ക് സാലറി നോക്കുമ്പോഴും നമ്മുടെ ഫ്യൂച്ചർ നോക്കുമ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ജർമ്മനിയാണ്. കാരണം മാൾട്ടയിൽ നമുക്ക് ഒരിക്കലും PR കിട്ടത്തില്ല. ഇല്ല. ജർമ്മനിയിലാകുമ്പോൾ PR ഉണ്ട്. 5 PR വർഷം ലഭിച്ചോ? ഇല്ല ഞാൻ 3 വർഷമേ ആയിട്ടുള്ളൂ. എത്ര മാക്സിമം എത്ര വർഷം? 5 വർഷം. 5 വർഷം പോകണം അല്ലേ? അപ്പൊ ഈ പിന്നെ ജർമ്മനിയില് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ അതോ ലെഫ്റ്റ് ആണ്? ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ആണ്. അതോ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നത്? അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഉണ്ട്. ട്രെയിനിങ്. അപ്പൊ ഈ ലൈസൻസ് ഇപ്പോൾ ഉള്ളത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ അതോ അതാത് രാജ്യത്തെ ലൈസൻസ്? ഇപ്പൊ യൂറോപ്യൻ ലൈസൻസ് ആണ്. യൂറോപ്യൻ ലൈസൻസ്. അത് അവിടെ എവിടെ വേണേലും അത് മാൾട്ടയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ നമ്മൾ ഇവിടുന്ന് ആദ്യം മാൾട്ടയിലാണ് ചെല്ലുന്നത്. ചെല്ലുന്ന സമയത്ത് അവിടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അവിടേക്ക് ഇതിന്റെ കാലാവധി എത്ര വർഷമുണ്ട് ഈ ഒരു ലൈസൻസിന്? ലൈസൻസിന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ്. അപ്പൊ ഇനി നമ്മൾ മാൾട്ട എടുത്ത ലൈസൻസ് വേണം ജർമ്മനിയിൽ നമുക്ക് പുതുക്കി അവിടെ യൂസ് ചെയ്ത് പോകാൻ പറ്റും. ഈ ജർമ്മനിയിലും സിറ്റി സർവീസിലാണോ ഉള്ളത്? ജർമ്മനിയിലും സിറ്റിയാണ്. മാൾട്ടയിൽ ഞങ്ങൾക്ക് 2 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. നല്ല കടുത്ത ട്രെയിനിങ്. അതെ കടുത്ത ട്രെയിനിങ് ആണ്. അതായത് ഇപ്പൊ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളിനെ പോലും അവിടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കും. അത്ര നല്ല ഇൻസ്ട്രക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ജർമ്മനിയിലെ ശരിക്കും യാത്രക്കാര് ഭാഷ ജർമ്മനിയിലെ ഭാഷ ജർമ്മൻ ഭാഷയല്ലേ? പഠിച്ചോ? അതല്ലേ ജർമ്മൻ ഭാഷ പഠിക്കേണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വന്നതുകൊണ്ട് ഭാഷയുടെ ഒരു പ്രശ്നം വന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഭാഷ പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങളെ കുറച്ച് പേരെ ആയിട്ട് സ്കൂളുകളിൽ ജർമ്മൻ സ്കൂളുകളിൽ പഠിക്കാൻ വിടുവാണ്. ഇന്ത്യൻസ് വേറെ ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഇന്ത്യൻസ്. മലയാളി ഇല്ല, വനിതകളില്ല. അവിടുത്തെ ആദ്യത്തെ മലയാളി വനിതാ ഡ്രൈവർ ആണോ ഇന്ത്യൻ വനിതാ ഡ്രൈവർ ആണോ? ഇന്ത്യൻ വനിതാ ഡ്രൈവർ ജർമ്മനിയിലും. അതെ. അല്ല, ഞാൻ വിചാരിച്ചു മലയാളി വനിതാ ഡ്രൈവർ ആണോ? അല്ല, ഇന്ത്യൻ വനിതാ ഡ്രൈവർ. ഈ 2 രാജ്യങ്ങളിലും ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഡ്രൈവർ എന്ന ബഹുമതിയാണ് കിട്ടിയിരിക്കുക. അപ്പൊ നമുക്ക് വളരെ ഒരു വിശിഷ്ട അതിഥിയാണ് ശരിക്കും മീനാക്ഷി. ഓർക്കണം, നമ്മൾ ആറ്റിങ്ങൽ കല്ലമ്പലം വർക്കല റൂട്ടിൽ ബസ് ഓടിച്ചുകൊണ്ട് നടന്ന ആളാണ് മീനാക്ഷി. മീനാക്ഷി ഇപ്പോൾ ശരിക്കും ജർമ്മനിയിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു വനിത തന്നെ ആ ഒരു വലിയ പദവിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ മീനാക്ഷി ഒരു പാട്ടാകാം നമുക്ക്. മീനാക്ഷി സംഗീത അധ്യാപികയായിരുന്നു, അതുപോലെ ഗായികയായിരുന്നു, ഗാനമേള ട്രൂപ്പുകളിൽ പാടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ പ്രേക്ഷകർക്കായിട്ട് നമുക്കൊരു പാട്ട് പാടാം. എനിക്ക് നാട്ടിൽ വന്ന ശേഷം ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ എത്രത്തോളം ശരിയാവുന്ന അറിയില്ല. നമുക്ക് എന്തായാലും ഗായികയും ഡ്രൈവറും ഒക്കെയാണെന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായി. വർണ്ണവും ഗന്ധവും അലിയും തേനരുവിലാനന്ദം ഉന്മാദം ഗോപികേ നിന്നിരൽ തുമ്പുരും മിവിതുമ്പേ വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ ആ നല്ല പാട്ടാണ്. മീനാക്ഷി ഗായികയാണെന്നുള്ള വിവരം ജർമ്മനിയിലെ സഹപ്രവർത്തകർക്കൊക്കെ അറിയാമോ? അറിയാം, എല്ലാവർക്കും അറിയാം. അവര് എന്ത് പാട്ട് പഠിപ്പിക്കും? മലയാളം പാട്ട് പഠിക്കുമോ അതോ ഹിന്ദി പാട്ട് പഠിപ്പിക്കുമോ അതോ വെസ്റ്റേൺ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? മാൾട്ടയില് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, അവിടെ പോയി പാടുമായിരുന്നു. അതെ. പക്ഷെ ജർമ്മനിയിൽ ഇതുവരെ ഒരു മലയാളി അസോസിയേഷനിൽ ഞാൻ പോയിട്ടില്ല.
പിന്നെ ഈ ഡ്രൈവേഴ്സിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ ഒരു മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ പാടാറുണ്ട്. അപ്പൊ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ അമ്മയുണ്ട്, ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യുവാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ പേര് രാജീവ്. രാജീവ്. അതെ. ദുബായിലോ? ദുബായിലാണ്. അദ്ദേഹം എന്താ അവിടെ? അവിടെ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു മകളുണ്ട്. മകളുടെ പേര്? മകളുടെ പേര് ജാനകി. ജാനകി. അതെ. എസ് ജാനകിയോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണോ അങ്ങനെ പേര്? എസ് ജാനകി. ഭർത്താവ് ഈ പാട്ടുകാരനാണോ അതോ പാട്ടിന് താല്പര്യമുള്ളതാണോ, എങ്ങനെയാണ്? ഇല്ല, പാട്ടുകാരനല്ല. സപ്പോർട്ട് ചെയ്യാറുണ്ട്. മീനാക്ഷിയുടെ പാട്ടുകൾക്ക് സപ്പോർട്ടാണ്. അതെ. മകള് പാട്ട് പാടുവോ? മകള് നന്നായിട്ട് പാടും. മകള് രമേശ് നാരായണൻ സാറിന്റെ ശിഷ്യയായിരുന്നു. ആദ്യം ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത്, അതിനുശേഷം ഇപ്പൊ വേറെ രീതിയിലേക്ക്. മീനാക്ഷിയുടെ മകളും നമ്മുടെ ഒപ്പം ഉണ്ട്, ജാനകി എന്നാണ്. ജാനകിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. ജാനകി പാട്ടുകാരിയാണെന്നാണ് അമ്മ പറഞ്ഞത്. ജാനകി പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. എവിടെയാ പഠിക്കുന്നത്? രമേശ് നാരായണൻ സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, നമ്മുടെ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ കീഴിലാണ് അഭ്യസിക്കുന്നത്. അപ്പൊ ഹിന്ദുസ്ഥാനിയാണോ പഠിക്കുന്നത്? ഇപ്പൊ കർണാട്ടിക് പഠിക്കുന്നുണ്ട്. രണ്ടും അദ്ദേഹത്തിന്റെ കൂടെയാണ് പഠിക്കുന്നത് അല്ലേ? അല്ല, കർണാട്ടിക് പഠിക്കുന്നത് ആ സാറിന് തന്നെ ഒരു ശിഷ്യയുണ്ട്, ആ ശിഷ്യയുടെ കീഴിലാണ് പഠിക്കുന്നത്. നമ്മളിപ്പോ 10ാം ക്ലാസ്സിലായിരുന്നു. റിസൾട്ട് ഒക്കെ വന്നു. റിസൾട്ട് വന്നു. എത്ര പെർസെന്റേജ് മാർക്കുണ്ട്? 95%. 95% ഉണ്ട്. അപ്പം അഭിനന്ദനങ്ങൾ. പിന്നെ ഇനി എന്താ പ്ലാൻ? പാട്ട് അമ്മയെ പോലെ പാട്ട് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടോ അതോ? പാട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. അതിന്റെ ഒപ്പം തന്നെ +1 +2 അല്ലേ, അപ്പം സ്റ്റഡീസിലും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. രണ്ടും ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ നിന്ന് കിട്ടിയ കഴിവാണ് അല്ലേ? അതെ. അപ്പൊ ഇത് ചെറുപ്പം എത്രാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ എന്റെ 2 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്കൊരു പാട്ട് പാടി തരത്തില്ലേ? എന്നാ പാടിക്കോളൂ, കേക്കട്ടെ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ നാം എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? എന്റെ ആത്മരാഗം കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നുവോ? മാരൻ വരുമോ പറയൂ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം പഠിക്കുന്നത് രമേശ് നാരായണന്റെ കീഴിലാണ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഹിന്ദുസ്ഥാനിയോട് ഒരെണ്ണം പാടാമോ? പാടാം. ശ്യാമ മുരാരേ ബനവാരേ ഗിരിധാരേ, ശ്യാമ മുരാരേ ബനവാരേ ഗിരിധാരേ, മദന മോഹന ഹോ ശരണ ത്രിപുരാരേ, മദന മോഹന ഹോ ശരണ ത്രിപുരാരേ, ശ്യാമ മുരാരേ ബനവാരേ ഗിരിധാരേ, ग्वाल गोपाल लाल
ग्वाल गोपाल लाल नंद जो के राधा रमण को बिहारी श्याम मुरारी बनवारी ഗിരിധാരി. ഓക്കെ, നന്നായിരിക്കുന്നുണ്ട്. താങ്ക് യു. പാട്ടുപഠിത്തം തുടരട്ടെ, നല്ലൊരു ഗായികയായി മാറും. ഓക്കെ സർ, താങ്ക് യു. ഇനിയിപ്പോ അവിടെ ജർമ്മനിയിൽ തന്നെ തുടരുകയാണ്? അതെ ആണ്. അതെ. 5 വർഷം കഴിഞ്ഞ പെർമനന്റ് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു കടമ്പയുണ്ട്. അതായത് ഭാഷ പഠിച്ച് അതിന്റെ ഒന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവര് PR തരത്തുള്ളൂ. അവർ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, എല്ലാവരും ജർമ്മൻ മാത്രമേ ജർമ്മൻ. പക്ഷെ പഠിക്കാൻ എളുപ്പമാണെന്നാണല്ലോ പറയുന്നത്. ഭയങ്കര പാടാണ്. ആണ്. അല്ല, ഇവിടെയൊക്കെ ഇപ്പൊ ഓൾറെഡി ജർമ്മൻ കോഴ്സ് പഠിച്ച നഴ്സുമാരൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ മലയാളികൾ ഒരുപാടില്ലേ അവിടെ? ഒത്തിരി മലയാളീസ് ഉണ്ട്. നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയുണ്ട്, ഉണ്ട് അസോസിയേഷനുകളും ഒക്കെ ഉണ്ട്. ഉണ്ട്. അപ്പൊ അവിടെ മീനാക്ഷി ഒറ്റയ്ക്കാണ് താമസം? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഓക്കെ. ഭാഷ ഒരു ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് പറയത്തില്ല? ഇംഗ്ലീഷ് പറയത്തില്ല. അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പറയത്തില്ല. ഈ ബസ്സുകളുടെ ബോർഡുകൾ, സ്ഥലപ്പേരുകളൊക്കെ എല്ലാം ജർമ്മനാണ്. ജർമ്മനാണ്. നമ്മളതപ്പോ എങ്ങനെ കണ്ടുപിടിക്കും ഇതൊക്കെ? ഈ വണ്ടി പോകുമ്പോ നമുക്ക് ഇവിടെ നിർത്താനും ഒക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ, ഇന്ന സ്ഥലമാണെന്ന്? ഇപ്പൊ സാധാരണ എല്ലാവരും ഗൂഗിൾ ട്രാൻസ്ലേറ്ററാ ഉപയോഗിക്കുന്നത്. ഇപ്പം അവിടെ ചെന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? മറ്റേ 2 വർഷമായി? എത്ര വർഷമായി ജർമ്മനിൽ എത്തിയിട്ട്? 3 വർഷമായി. 3 വർഷമായി. ഇനി 2 വർഷത്തെ കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ ജന്മസിദ്ധമായ കഴിവാണ്, ദൈവികമായ കഴിവാണ് ഈ പാട്ട് പാടുക എന്നുള്ളത്. അതിനിടയ്ക്ക് ഈ പാട്ട് നമ്മൾ വിട്ടുപോകുന്നുണ്ടോ? പാട്ട് ഒരുപാട് വിട്ടുപോകുന്നുണ്ട്. പ്രാക്ടീസ് ഇല്ല, പിന്നെ പാടാനുള്ള അവസരങ്ങളില്ല. ഇല്ല. ഒരുപാട് വിഷമമുണ്ട്. ശരിക്കും പഠിച്ചതൊന്ന് അല്ലേ, ജീവിതത്തിന്റെ വഴിയിലൂടെ പോയപ്പോ വേറൊരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു. അതാണ് സംഗീതം പഠിച്ച് മ്യൂസിക് MA പാസ്സായ ഒരു സംഗീതജ്ഞയാണ് നമുക്ക് മുന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ ശരിക്കും എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് ചോദിച്ചാൽ ജർമ്മനിയിലൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഡ്രൈവറായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഈ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അല്ലേ? അപ്പം അതിനെല്ലാം സധൈര്യം നേരിട്ടിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു നേട്ടത്തിലെത്തി നിൽക്കുന്നത്. എന്താണ് ശരിക്കും ഇതെല്ലാം നേരിടാൻ ഉണ്ടായ നമുക്ക് തന്ന ഒരു ശക്തി എന്താ? ശക്തി എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അമ്മയാണ് കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. അച്ഛന് എൻ്റെ 13ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മയാണ് ഞങ്ങളുടെ എന്നെയും എൻ്റെ ബ്രദറിനെയും ഇത്രയും നേരിട്ട് വളർത്തിയത്. അപ്പോൾ അമ്മയെ നോക്കണം, എല്ലാം മുന്നിൽ ഒരുപാട് അതെ. ഞാൻ ഇടയ്ക്ക് ഈ പ്രൈവറ്റ് ബസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ ഞാൻ ജിമ്മിലും ട്രെയിനറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാം. കരാട്ടെ പഠിച്ചില്ല, ജിമ്മില് ട്രെയിനറായിട്ട്. ജിമ്മിലെ വർക്കൗട്ട് ഒക്കെ നിന്നോ? ഇല്ല, ഇപ്പം വർക്കൗട്ടും ഉണ്ട്, ചെയ്യുന്നുണ്ട്. നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ ഉണ്ട്. ഉണ്ട്, അവിടെ അടുത്ത്. അത് ശരി. അപ്പം ഇതെല്ലാം തന്നെ ഒരു മാനസിക ബലം ഉണ്ടല്ലേ? അതെ. ഈ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ വലിയൊരു ഓഡിയൻസിന്റെ മുമ്പ് നിന്ന് പാടുന്നതാണോ, വലിയൊരു ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതാണോ ഈസി? എന്താണ് ഇതിൽ ഈ അനായാസം ചെയ്യാൻ പറ്റുന്നത്? വലിയൊരു ഓഡിയൻസിന് മുന്നിൽ നിന്ന് പാടുന്നതാണോ, വലിയ ഈ ജർമ്മനി പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഹെവി വെഹിക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നതാണോ? ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. കാരണം ഇത്രയും ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് അതായത് അവർക്ക് ഒരു ഡെസ്റ്റിനേഷൻ വേറൊരു ഡെസ്റ്റിനേഷൻ ഇറങ്ങാൻ അത്രയും നേരം നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ജോലി തന്നെയാണ്. ഏറ്റവും ഇഷ്ടം പാട്ടുമാണ്. അപ്പം നമ്മള് കൊതിച്ചതൊന്ന്, വിധിച്ചത് മറ്റൊന്ന്, അങ്ങനെയാണ്. ഇപ്പൊ ഈ ജർമ്മനിയിലെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ട്രാഫിക് റൂൾസ് വളരെ കർശനമാണ്, വളരെ കർശനമാണ്. അപ്പൊ നമ്മളത് വയലേറ്റ് ചെയ്താൽ നമുക്ക് പിഴയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും നമുക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇവിടെ സാധാരണ ഇവിടുത്തെ KSRTC ബസ്സൊക്കെ പോകുന്നത് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ KSRTC ആണെന്നും പറഞ്ഞുള്ള ഒരു അഹങ്കാരം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും അവിടെ നടക്കില്ല. എല്ലാ നിയമങ്ങളും നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ നമുക്ക് പിഴ ഈടാക്കണം. അപ്പം എന്തായാലും തിരിച്ച് ഉടനെ നമ്മുടെ കേരളത്തിലേക്ക് വരികയും ഒരു പാട്ട് തന്നെ ആ ഒരു ഫീൽഡ് തന്നെ തുടരാൻ പറ്റുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഈ പാട്ടുകാരി എന്ന നിലയിൽ അറിയപ്പെടാനും ആഗ്രഹമുണ്ട്. അതെ. ഇപ്പം മീനാക്ഷിക്ക് ശരിക്കും പാട്ട് വളരെയധികം വഴങ്ങുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ തന്നെ പാട്ട് കേട്ട് കാണും. മാത്രമല്ല മ്യൂസിക് റാങ്ക് വാങ്ങിയ ആളാണ്. മീനാക്ഷിക്ക് പാട്ട് പാടാനുള്ള
ആഗ്രഹവും ഉണ്ട്, അവസരങ്ങൾ തേടിയെത്തട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ് മീനാക്ഷി. ഇപ്പോൾ അവധിക്ക് ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് മറുനാടൻ മലയാളി ഇൻ്റർവ്യൂ നൽകാൻ വേണ്ടി മീനാക്ഷി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച മീനാക്ഷിയോടുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.